Good morning dear students. Our next topic classification of budgets. Okay, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ബഡ്ജറ്റ്സ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ എന്നുള്ള ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ അടുത്തൊരു ടോപ്പിക്കാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബഡ്ജറ്റ്. ഓക്കെ, ബഡ്ജറ്റിൻ്റെ ക്ലാസിഫിക്കേഷനാണ് അടുത്തായിട്ട് പറയാൻ പോകുന്നത്. അവിടെ മെയിനായിട്ടും ബഡ്ജറ്റ്സ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് മൂന്ന് മെത്തേഡിലാണ്. ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ടൈം ഫാക്ടർ, ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ഫ്ലെക്സിബിലിറ്റി ഫാക്ടർ ആൻഡ് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ഫങ്ഷൻ. ഇങ്ങനെ 3 ക്ലാസിഫിക്കേഷനാണ് വരുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വരുന്നത് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ടൈം ഫാക്ടർ. എന്താണ് ടൈം ഫാക്ടറിൻ്റെ ബേസിൽ എങ്ങനെയാണ് ബഡ്ജറ്റ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് നോക്കാം. ഓക്കെ, അതിൽ വരുന്ന ഫസ്റ്റ് വൺ ലോങ് ടേം ബഡ്ജറ്റ്. ലോങ് ടേം ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ദീസ് ബഡ്ജറ്റ്സ് ആർ റിലേറ്റഡ് ടു പ്ലാനിങ് ദി ഓപ്പറേഷൻസ് ഓഫ് എ ഫേം ഫോർ എ പീരീഡ് ഓഫ് 5 to 10 years. അതായത് നമ്മളവിടെ ദീസ് ബഡ്ജറ്റ്സ് ആർ റിലേറ്റഡ് ടു പ്ലാനിങ് ദ ഓപ്പറേഷൻസ് ഓഫ് എ ഫേം. ആ ഒരു ഫേമിൻ്റെ ഓപ്പറേഷൻസ് പ്ലാൻ ചെയ്തിരിക്കുന്ന പീരീഡ് എന്ന് പറയുന്നത് 5 to 10 years ആണ്. 5 മുതൽ 10 വർഷം വരെയാണ് നമ്മൾ ആ ഒരു ഫേമിൻ്റെ പ്ലാൻ ചെയ്തിരിക്കുന്ന പീരീഡ്. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റ്, അതുപോലെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ബഡ്ജറ്റ്, ഇതൊക്കെ ലോങ് ടേം ബഡ്ജറ്റ്സിന് എക്സാമ്പിളാണ്. അപ്പോൾ 5 വർഷം മുതൽ 10 വർഷം വരെയുള്ള പീരീഡിലേക്ക് നമ്മൾ ഫേമിൻ്റെ ഓപ്പറേഷൻസ് പ്ലാൻ ചെയ്യുമ്പോൾ അങ്ങനെ ആ ഫേമിലുണ്ടാക്കുന്ന നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ബഡ്ജറ്റ്, അതാണ് ലോങ് ടേം ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് പറയുന്നത് ഷോർട്ട് ടേം ബഡ്ജറ്റാണ്. ഷോർട്ട് ടേം ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ദീസ് ബഡ്ജറ്റ്സ് ആർ ഡ്രോൺ യൂഷ്വലി ഫോർ എ പീരീഡ് ഓഫ് 1 to 2 years. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ 1-2 വർഷത്തേക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, അവിടെ ബഡ്ജറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അതാണ് ഷോർട്ട് ടേം ബഡ്ജറ്റ്സ്. അതിൽ എക്സാമ്പിൾ ക്യാഷ് ബഡ്ജറ്റ്, അതുപോലെ മെറ്റീരിയൽ ബഡ്ജറ്റ്സ്, ഇതൊക്കെ ഷോർട്ട് ടേം ബഡ്ജറ്റ്സ് ആണ്. തേർഡ് വൺ കറണ്ട് ബഡ്ജറ്റ്സ്. കറണ്ട് ബഡ്ജറ്റ്സ് എന്ന് പറയുമ്പോൾ അവിടെ ദീസ് ബഡ്ജറ്റ്സ് കവർ എ പീരീഡ് ഓഫ് 1 month ഓർ സോ. എന്താണ് അവിടെ 1 മാസമോ അങ്ങനെ 1-2 മാസം അത്രയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, അവിടെ ബഡ്ജറ്റ്സ് 1 മാസത്തേക്കൊക്കെയാണ് മെയിനായിട്ടും അവിടെ നമ്മൾ ബഡ്ജറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ. അത്തരത്തിലുള്ള ബഡ്ജറ്റ്സാണ് കറണ്ട് ബഡ്ജറ്റ്സ് എന്ന് പറയുന്നത്. ദീസ് ആർ റിലേറ്റഡ് ടു കറണ്ട് കണ്ടീഷൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടായിരിക്കും നമ്മളവിടെ കറണ്ട് ബഡ്ജറ്റ്സിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസിഫിക്കേഷൻ ടൈം ഫാക്ടറിൻ്റെ ബേസിൽ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ള ഏതൊക്കെയാണ് ലോങ് ടേം ബഡ്ജറ്റ്സ്. ലോങ് ടേം ആകുമ്പോൾ 5 to 10 yearsലേക്ക് ഉള്ള ബഡ്ജറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ ഷോർട്ട് ടേം ബഡ്ജറ്റ്സ് എന്ന് പറയുമ്പോൾ 1 to 2 yearsലേക്ക്. ദെൻ കറണ്ട് ബഡ്ജറ്റ്സ് എന്ന് പറയുമ്പോൾ 1 monthലേക്കൊക്കെ വരുന്നത്. ഓക്കെ, അങ്ങനെ 3 ക്ലാസിഫിക്കേഷനാണ് ടൈം ഫാക്ടറിൻ്റെ ബേസിൽ വരുന്നത്. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ഫ്ലെക്സിബിലിറ്റി ഫാക്ടറാണ്. ഫ്ലെക്സിബിലിറ്റി ഫാക്ടറിൻ്റെ ബേസിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ ബഡ്ജറ്റ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് നോക്കാം. ഓക്കെ, ഫ്ലെക്സിബിലിറ്റി ആകുമ്പോൾ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ഫ്ലെക്സിബിലിറ്റി ഫാക്ടർ. അതിൽ ഓൺ ദ ബേസിസ് ഓഫ് ഫ്ലെക്സിബിലിറ്റി ബഡ്ജറ്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 2 types. ഫസ്റ്റ് വൺ ഫ്ലെക്സിബിലിറ്റി ബഡ്ജറ്റ് ആൻഡ് സെക്കൻഡ് വൺ ഫിക്സഡ് ബഡ്ജറ്റ്. അങ്ങനെ ഫ്ലെക്സിബിൾ ബഡ്ജറ്റും അതുപോലെ ഫിക്സഡ് ബഡ്ജറ്റ്, അങ്ങനെ 2 ആയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഫ്ലെക്സിബിലിറ്റി ഫാക്ടറിൻ്റെ ബേസിൽ ബഡ്ജറ്റ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്. ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ഡൈനാമിക് ബഡ്ജറ്റ്. ഇതൊരു ഡൈനാമിക് ബഡ്ജറ്റാണ്. പിന്നെ ഒരു ഡെഫിനിഷനാണ് കൊടുത്തിട്ടുള്ളത്, CIMA ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എ ബഡ്ജറ്റ് ഡിസൈൻഡ് ടു ചേഞ്ച് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ലെവൽ ഓഫ് ആക്ടിവിറ്റി ആക്ച്വലി അറ്റൈൻഡ്. അതായത് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട്, ഫ്ലെക്സിബിളാണ്. അതായത് നമ്മുടെ ലെവൽ ഓഫ് ആക്ടിവിറ്റിക്ക് അനുസരിച്ചിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത ഔട്ട്പുട്ടിനനുസരിച്ചിട്ട് എന്തുണ്ടായിരിക്കും അവിടെ ബഡ്ജറ്റിന് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്, ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതാണ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റിൽ പറയുന്നത്. ഓക്കെ, നമ്മൾ ഓരോ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ലെവൽ ഓഫ് ആക്ടിവിറ്റിക്ക് അനുസരിച്ചിട്ട് എന്ത് ചെയ്യാണ് അവിടെ ബഡ്ജറ്റ് നമ്മൾ ഡിസൈൻ ചെയ്ത ബഡ്ജറ്റിന് ചേഞ്ചസ് വരുത്തുക. അതാണ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റിൽ പറയുന്നത്. ഓക്കെ, ഇറ്റ് ഷോസ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്സ് അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഔട്ട്പുട്ട്. അതായത് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഔട്ട്പുട്ടിൽ വരുന്ന കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റാണ് എന്ത് ചെയ്യുന്നത് ഈ ഫ്ലെക്സിബിൾ ബഡ്ജറ്റിൽ കാണിക്കുന്നത്. ഇൻ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്സ് കോസ്റ്റ് ആർ അനലൈസ്ഡ് അക്കോർഡിംഗ് ടു ബിഹേവിയർ സച്ച് ആസ് ഫ്ലെക്സിബിൾ ആൻഡ് വേരിയബിൾ. ഫ്ലെക്സിബിൾ ബഡ്ജറ്റിൽ കോസ്റ്റ് നമ്മൾ അനലൈസ് ചെയ്യുന്നത് അതിൻ്റെ ബിഹേവിയർ അനുസരിച്ച്, അത് ഫ്ലെക്സിബിൾ ആണോ വേരിയബിൾ ആണോ എന്നുള്ള അതിൻ്റെ ബിഹേവിയർ അനുസരിച്ചിട്ടാണ് നമ്മളവിടെ കോസ്റ്റുകളെ അനലൈസ് ചെയ്യുന്നത്. Okay, this is also known as variable or sliding scale budget. ഈ ഫ്ലെക്സിബിൾ ബഡ്ജറ്റിനെ നമ്മൾ വേരിയബിൾ ഓർ സ്ലൈഡിംഗ് സ്കെയിൽ ബഡ്ജറ്റ് എന്ന് കൂടെ പറയുന്നുണ്ട്.
ഓക്കെ, അപ്പോൾ ഇതാണ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്. അതായത് നമ്മൾ ലെവൽ ഓഫ് ഔട്ട്പുട്ട്, ലെവൽ ഓഫ് ആക്ടിവിറ്റിക്ക് അനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ബഡ്ജറ്റിൽ ചേഞ്ചസ് വരിക. അതാണ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റിൽ പറയുന്നത്. അതിൽ ഫീച്ചേഴ്സ് പറഞ്ഞാൽ അടുത്തായിട്ട് പറയുന്നത്, ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫോർ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ആക്ടിവിറ്റി. നമ്മൾ പറഞ്ഞു ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ആക്ടിവിറ്റിക്ക് അനുസരിച്ചിട്ട് ചേഞ്ചസ് വരുന്നു പറയുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യണം, നമ്മൾ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ആക്ടിവിറ്റിക്ക് അനുസരിച്ചിട്ട് നമ്മൾ ഈ ഒരു ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ദെൻ സെക്കൻഡ് വൺ, ഇറ്റ് പ്രൊവൈഡ്സ് ബേസിസ് ഫോർ കമ്പാരിസൺ. എന്താണ്, അതൊരു കമ്പാരിസണിനുള്ളൊരു ബേസിസ് ആയിട്ടാണ് നമുക്ക് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എടുക്കുന്നത്. ദെൻ ഇറ്റ് പ്രൊവൈഡ്സ് എ റെഡിമെയ്ഡ് ബഡ്ജറ്റ് ഫോർ എ പെർട്ടിക്കുലർ വോളിയം. എന്താണ്, ഒരു പെർട്ടിക്കുലർ വോളിയം ഓഫ് ഔട്ട്പുട്ടിലാവുമ്പോൾ അവിടെ റെഡിമെയ്ഡ് ബഡ്ജറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക, കൊടുക്കുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ ഇറ്റ് ഈസ് ബേസ്ഡ് അപ്പോൺ ആഡ്യൂക്കേറ്റ് നോളേജ് ഓഫ് കസ്റ്റമർ ബിഹേവിയർ പാറ്റേൺ. എന്താണ് ഇത് ആഡ്യൂക്കേറ്റ് കസ്റ്റമർ, it is based upon adequate knowledge of customer behavior pattern. കസ്റ്റമർ ബിഹേവിയർ പാറ്റേണിൻ്റെ നോളജിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത്. ദെൻ അടുത്ത് പറയുന്നത് ഫ്ലെക്സിബിൾ ബഡ്ജറ്റിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ ഡിവൈസ് ഫോർ കൺട്രോളിങ് കോസ്റ്റ്. എന്താണ്, കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു യൂസ്ഫുൾ ഡിവൈസാണ് എന്ത്, ഈ പറയുന്ന ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് വൺ, ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ ഇൻ ആൻ അൺസർട്ടൈൻ ആൻഡ് അൺപ്രഡിക്റ്റബിൾ എൻവയോൺമെൻറ്റ്. എന്താണ്, ഇത് നമുക്ക് അൺസർട്ടൈൻ ആയിട്ടുള്ള സമയങ്ങളിലും അതുപോലെ അൺപ്രഡിക്റ്റബിൾ എൻവയോൺമെൻറ്റിൻ്റെ സമയത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പ്രതീക്ഷിക്കാതെ വരുന്ന സമയത്തൊക്കെ നമുക്ക് ഈ ഒരു മെത്തേഡ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് യൂസ്ഫുൾ ആണ്. ദെൻ തേർഡ് വൺ, ഇറ്റ് ഷോസ് ദ ഇമ്പാക്റ്റ് ഓഫ് വേരിയിങ് ലെവൽസ് ഓഫ് ആക്ടിവിറ്റി ഓൺ പ്രോഫിറ്റ്. ഇറ്റ് ഷോസ് ഇമ്പാക്റ്റ് ഓഫ് വേരിയിങ് ലെവൽസ് ഓഫ് ആക്ടിവിറ്റി ഓൺ പ്രോഫിറ്റ്. ലെവൽസ് ഓഫ് അവിടെ പ്രോഫിറ്റിൽ വരുന്ന ചേഞ്ചസിനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അതിന് ഇമ്പാക്റ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് അവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് മെയ്ഡ് ടു ഗെറ്റ് അഡ്ജസ്റ്റഡ് ഓട്ടോമാറ്റിക്കലി ടു ദ ആക്ച്വൽ ലെവൽ ഓഫ് ആക്ടിവിറ്റി. Then next one, the performance of any departments can be judged at various levels of activity. എന്താണ്, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പെർഫോമൻസ് ഓഫ് എനി ഡിപ്പാർട്ട്മെൻറ്റ് ക്യാൻ ബി ജഡ്ജ്ഡ് അറ്റ് വേരിയസ് ലെവൽസ് ഓഫ് ആക്ടിവിറ്റി. വേരിയസ് ലെവൽസ് ഓഫ് ആക്ടിവിറ്റിയിൽ വരുന്ന ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും പെർഫോമൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഇത് വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട്. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ, ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് പ്രോഫിറ്റ് പ്ലാനിങ്. എന്താണ്, പ്രൊഡക്ഷൻ പ്ലാനിങ്ങിനും അതുപോലെ പ്രോഫിറ്റ് പ്ലാനിങ്ങിനും ഒക്കെ നമുക്ക് ഈ പറയുന്ന ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ദീസ് ആർ ദ മെയിൻ അഡ്വാൻറ്റേജസ് ഓഫ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്. ദെൻ നെക്സ്റ്റ് വൺ, വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻ പ്രിപ്പയറിംഗ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്. ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ള സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ്, സ്റ്റെപ്സ് എന്തൊക്കെയാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഐഡൻറ്റിഫൈ ദ റെലവൻറ്റ് റേഞ്ച് ഓഫ് ആക്ടിവിറ്റി. എന്ത് ചെയ്യണം, നമ്മൾ അതിൻ്റെ ഒരു റെലവൻറ്റ് റേഞ്ച് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. ദെൻ സെക്കൻഡ് വൺ, ക്ലാസിഫൈ കോസ്റ്റ് അക്കോർഡിംഗ് ടു വേരിയബിലിറ്റി. എന്ത് ചെയ്യണം, നമ്മൾ കോസ്റ്റിനെ അതിൻ്റെ വേരിയബിലിറ്റിക്ക് അനുസരിച്ചിട്ട് ക്ലാസിഫൈ ചെയ്യണം. അതായത് വേരിയബിൾ ആണോ ഫിക്സഡ് ആണോ സെമി വേരിയബിൾ കോസ്റ്റ് ആണോ എന്നുള്ളത് നോക്കിയിട്ട് അതെന്ത് ചെയ്യണം, നമ്മളങ്ങനെ അതിനെ കോസ്റ്റുകളെ ക്ലാസിഫൈ ചെയ്യണം. ദെൻ തേർഡ് വൺ, ഡിറ്റർമൈൻ വേരിയബിൾ കോസ്റ്റ്. തേർഡ് സ്റ്റെപ്പ് എന്താണ്, നമ്മൾ വേരിയബിൾ കോസ്റ്റുകളെ ഡിറ്റർമൈൻ ചെയ്യണം. ആൻഡ് ഫോർത്ത് വൺ, ഡിറ്റർമൈൻ ഫ്ലെക്സിബിൾ കോസ്റ്റ്. ഏതൊക്കെയാണ് ഫ്ലെക്സിബിൾ കോസ്റ്റ് എന്നുള്ളത് അടുത്ത സ്റ്റേജിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ദെൻ ഫിഫ്ത്ത് വൺ, ഡിറ്റർമൈൻ സെമി വേരിയബിൾ കോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് അതും ഡിറ്റർമൈൻ ചെയ്യണം. ദെൻ സിക്സ്ത് വൺ, പ്രിപ്പയർ ദ ബഡ്ജറ്റ് ഫോർ സെലക്റ്റഡ് ലെവൽ ഓഫ് ആക്ടിവിറ്റി. എന്ത് ചെയ്യണം, സെലക്റ്റഡ് ലെവൽ ഓഫ് ആക്ടിവിറ്റിക്ക് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ആ ഒരു ആക്ടിവിറ്റിക്ക് വേണ്ട ബഡ്ജറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ലാസ്റ്റ് സ്റ്റേജിൽ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 6 സ്റ്റെപ്പുകളാണ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്റ്റെപ്പുകളായിട്ട് പറയുന്നത്. ഓക്കെ, ദെൻ നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് ഫിക്സഡ് ബഡ്ജറ്റാണ്. അതായത് നമ്മൾ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ഫ്ലെക്സിബിലിറ്റി ഫാക്ടറിൽ 2 ക്ലാസിഫിക്കേഷനാണ് വരുന്നതെന്ന് പറഞ്ഞു അല്ലേ, ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് അതുപോലെ ഫിക്സഡ് ബഡ്ജറ്റ്. അതിൽ ഫ്ലെക്സിബിൾ ബഡ്ജറ്റാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്തത് ഫിക്സഡ് ബഡ്ജറ്റ്. എന്തായിരിക്കും, ഉള്ളതുപോലെ തന്നെയാണ്. ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് ഈസ് എ ബഡ്ജറ്റ് വിച്ച് ഈസ് ഡിസൈൻ ടു റിമെയിൻ അൺചേഞ്ച് ഇറസ്പെക്റ്റീവ് ഓഫ് ദി ലെവൽ ഓഫ് ആക്ടിവിറ്റി അറ്റൈൻഡ്. അതായത് നമ്മൾ നേരത്തെ ഫ്ലെക്സിബിൾ ബഡ്ജറ്റിൽ പറഞ്ഞാൽ എങ്ങനെയായിരുന്നു, ലെവൽ ഓഫ് ആക്ടിവിറ്റിക്ക് അനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ബഡ്ജറ്റിൽ ചേഞ്ചസ് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഫിക്സഡ് ബഡ്ജറ്റിലാവുമ്പോൾ അവിടെ എന്ത് വരുന്നില്ല, ലെവൽ ഓഫ് ആക്ടിവിറ്റിക്ക് അനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നില്ല, അവിടെ ചേഞ്ചസ് വരുന്നില്ല, അൺചേഞ്ച്ഡ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഫിക്സഡ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ദ ചേഞ്ച് ഇൻ ദ ലെവൽ ഓഫ് ആക്ടിവിറ്റിക്ക് അനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നില്ല, അവിടെ മാറ്റങ്ങൾ വരുന്നില്ല. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫോർ വൺ ലെവൽ ഓഫ് ആക്ടിവിറ്റി ഫോർ എ ഡെഫിനിറ്റ് പീരീഡ് ഓഫ്
time. This type of budget is most suitable for fixed expenses. It is also called a static budget. എന്താണ് നമ്മൾ പറഞ്ഞു, ഇറ്റ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ദ ചേഞ്ച് ഇൻ ലെവൽ ഓഫ് ആക്ടിവിറ്റി. ലെവൽ ഓഫ് ആക്ടിവിറ്റി ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എന്ത് ചേഞ്ച് ചെയ്യുന്നില്ല, ഇവിടെ ഫ്ലെക്സിബിൾ ബഡ്ജറ്റിൽ ചേഞ്ചസ് ഒന്നും വരുന്നില്ല. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫോർ വൺ ലെവൽ ഓഫ് ആക്ടിവിറ്റി ഫോർ ഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈം. അവിടെ ഒരു ലെവൽ ഓഫ് ആക്ടിവിറ്റി, ഒരു ഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈമിലേക്കുള്ള ഒരു ലെവൽ ഓഫ് ആക്ടിവിറ്റിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ പിന്നെ പറയുന്നത് ഇറ്റ് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ഫിക്സഡ് എക്സ്പെൻസസ്. ഇത് കൂടുതലായിട്ടും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഫിക്സഡ് എക്സ്പെൻസസിനാണ് ഈ ഒരു മെത്തേഡ്, ഈ ഒരു ബഡ്ജറ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സ്റ്റാറ്റിക് ബഡ്ജറ്റ്. എന്താണ്, നമ്മൾ ഈ ഫിക്സഡ് ബഡ്ജറ്റിനെ സ്റ്റാറ്റിക് ബഡ്ജറ്റ് എന്നും കൂടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫിക്സഡ് ബഡ്ജറ്റും ഫ്ലെക്സിബിൾ ബഡ്ജറ്റുമാണ് ഫ്ലെക്സിബിലിറ്റി ഫാക്ടറിൻ്റെ ബേസിൽ ബഡ്ജറ്റിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഫിക്സഡ് ആകുമ്പോൾ എന്താണ്, ലെവൽ ഓഫ് ആക്ടിവിറ്റിക്ക് അനുസരിച്ച് അവിടെ ചേഞ്ചസ് വരുന്നില്ല. ഫ്ലെക്സിബിൾ ആകുമ്പോൾ ലെവൽ ഓഫ് ആക്ടിവിറ്റിക്ക് അനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ചേഞ്ചസ് വരുന്നുണ്ട്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഫിക്സഡ് ബഡ്ജറ്റും അതുപോലെ ഫ്ലെക്സിബിൾ ബഡ്ജറ്റും തമ്മിൽ ഡിഫറൻസ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ബേസ്ഡ് ഓൺ ദ അസംഷൻസ് ദാറ്റ് ബിസിനസ് കണ്ടീഷൻസ് ഡു നോട്ട് ചേഞ്ച്. ഫിക്സഡ് ബഡ്ജറ്റിലാകുമ്പോൾ എന്താണ്, അതിലെ ബേസ്ഡ് ഓൺ ദ അസംഷൻസ് ദാറ്റ് ബിസിനസ് കണ്ടീഷൻസ് ഡു നോട്ട് ചേഞ്ച്. അസംഷൻ്റെ ബേസിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ബിസിനസ് കണ്ടീഷൻസിൽ ചേഞ്ചസ് വരുന്നില്ല. ദെൻ ഫ്ലെക്സിബിൾ ആകുമ്പോൾ എന്താണ്, അവിടെ ബിസിനസ് കണ്ടീഷൻ ചേഞ്ചസ് വരുന്നുണ്ടായിരിക്കും. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ, കമ്പാരിസൺ ബിറ്റ്വീൻ ആക്ച്വൽ ആൻഡ് ബഡ്ജറ്റ് കോസ്റ്റ് ഈസ് നോട്ട് പോസിബിൾ. ഫ്ലെക്സിബിൾ ബഡ്ജറ്റിലാവുമ്പോൾ അവിടെ ആക്ച്വൽ ബഡ്ജറ്റും അതുപോലെ കോസ്റ്റും തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കമ്പാരിസൺ പോസിബിൾ അല്ല. ആക്ച്വൽ ബഡ്ജറ്റും കോസ്റ്റും തമ്മിലുള്ള കമ്പാരിസൺ ഇവിടെ പോസിബിൾ അല്ല. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് കമ്പാരിസൺ ബിറ്റ്വീൻ ആക്ച്വൽ ആൻഡ് ബഡ്ജറ്റഡ് കോസ്റ്റ് ഈസ് പോസിബിൾ. ഓക്കെ, ആക്ച്വലും അതുപോലെ ബഡ്ജറ്റഡ് കോസ്റ്റും തമ്മിലുള്ള കമ്പാരിസൺ എവിടെ പോസിബിൾ ആണ്, ഫ്ലെക്സിബിൾ ബഡ്ജറ്റിൽ പോസിബിൾ ആണ്. പക്ഷേ ഫിക്സഡ് ബഡ്ജറ്റിൽ ആക്ച്വലും അതുപോലെ ബഡ്ജറ്റഡ് കോസ്റ്റും തമ്മിലുള്ള കമ്പാരിസൺ പോസിബിൾ അല്ല. ആക്ച്വൽ കോസ്റ്റും ബഡ്ജറ്റഡ് കോസ്റ്റും തമ്മിലുള്ള കമ്പാരിസൺ ഫിക്സഡിൽ പോസിബിൾ അല്ല, പക്ഷേ ഫ്ലെക്സിബിൾ അത് പോസിബിൾ ആണ്. ദെൻ തേർഡ് വൺ, കോസ്റ്റ് ആർ നോട്ട് ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു വേരിയബിലിറ്റി. ഫിക്സഡ് ബഡ്ജറ്റിൽ കോസ്റ്റിനെ നമ്മൾ വേരിയബിലിറ്റിക്ക് അനുസരിച്ചിട്ട് വേരിയബിലിറ്റിൻ്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യുന്നില്ല. പക്ഷേ ഫ്ലെക്സിബിൾ ബഡ്ജറ്റിലാകുമ്പോൾ കോസ്റ്റ് ആർ ക്ലാസിഫൈ അക്കോർഡിംഗ് ടു വേരിയബിലിറ്റി. അതിൻ്റെ കോസ്റ്റുകളുടെ വേരിയബിലിറ്റിക്ക് അനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കോസ്റ്റ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഫ്ലെക്സിബിൾ ആകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ സെമി വേരിയബിൾ അതുപോലെ വേരിയബിൾ ഫിക്സഡ് ആണെന്നൊക്കെ നോക്കിയിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഫ്ലെക്സിബിളിൽ അങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ഫിക്സഡിൽ ക്ലാസിഫൈ ചെയ്യുന്നില്ല കോസ്റ്റിനെ. ദെൻ ഫോർത്ത് വൺ, പ്രിപ്പയർഡ് ഫോർ എ സയൻറ്റിഫിക് ലെവൽ ഓഫ് ആക്ടിവിറ്റി. എന്താണ് അവിടെ സയൻറ്റിഫിക് ലെവൽ ഓഫ് ആക്ടിവിറ്റിക്കാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഫ്ലെക്സിബിൾ ബഡ്ജറ്റിലാകുമ്പോൾ പ്രിപ്പയർഡ് ഫോർ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ആക്ടിവിറ്റി. അവിടെ തന്നെ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ആക്ടിവിറ്റീസിലാണ് നമ്മളവിടെ എന്ത് ചെയ്യുന്നത്, ഫ്ലെക്സിബിൾ ബഡ്ജറ്റിൽ പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ ലാസ്റ്റ് വൺ, നോട്ട് യൂസ്ഫുൾ ഫോർ കൺട്രോൾ, പ്രൈസ് ഫിക്സേഷൻ എക്സെട്ര. എന്താണ് നമ്മുടെ കൺട്രോളിന് വേണ്ടിയിട്ടോ അതുപോലെ പ്രൈസ് ഫിക്സേഷന് വേണ്ടിയിട്ടോ ഒന്നും നമ്മൾ ഫിക്സഡ് ബഡ്ജറ്റ് യൂസ് ചെയ്യുന്നില്ല. പക്ഷേ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എന്താണ്, യൂസ്ഫുൾ ഫോർ കോസ്റ്റ് കൺട്രോൾ, പ്രൈസിങ് ഡിസിഷൻസ് എക്സെട്ര. കോസ്റ്റ് കൺട്രോളിൻ്റെ കേസിലാണെങ്കിലും അതുപോലെ പ്രൈസിങ് ഡിസിഷൻ്റെ കേസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദീസ് ആർ ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് ആൻഡ് ഫിക്സഡ് ബഡ്ജറ്റ്. ഓക്കെ, ദെൻ അടുത്തതുള്ളത് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ഫങ്ഷൻ. ഫങ്ഷൻ്റെ ബേസിൽ എങ്ങനെയാണ് നമ്മൾ ഇവിടെ ഈ പറയുന്ന ബഡ്ജറ്റിനെ ക്ലാസിഫൈ ചെയ്തിട്ടില്ലെന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ, അതായത് ഓൺ ദ ബേസിസ് ഓഫ് ഫങ്ഷൻ ബഡ്ജറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ടു ടൈപ്സ്. ഫസ്റ്റ് വൺ ഫങ്ഷണൽ ബഡ്ജറ്റ് ആൻഡ് സെക്കൻഡ് വൺ മാസ്റ്റർ ബഡ്ജറ്റ്. ഫങ്ഷണൽ ബഡ്ജറ്റ് അതുപോലെ മാസ്റ്റർ ബഡ്ജറ്റ് അങ്ങനെ രണ്ടായിട്ടാണ് ഫങ്ഷൻ്റെ ബേസിൽ നമ്മൾ കോസ്റ്റുകളെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് വൺ ഫങ്ഷണൽ ബഡ്ജറ്റ്. ഫങ്ഷണൽ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ഫങ്ഷണൽ ബഡ്ജറ്റ്സ് ആർ ദോസ് വിച്ച് ആർ പ്രിപ്പയർഡ് ബൈ ഹെഡ്സ് ഓഫ് ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഫോർ ദ റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. അതായത് നമ്മൾ അവിടെ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, ഫങ്ഷണൽ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ആ റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെഡായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, അവിടെ ഫങ്ഷണൽ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഫങ്ഷണൽ ബഡ്ജറ്റ്സ് ആർ ദോസ് വിച്ച് ആർ പ്രിപ്പയർഡ് ബൈ ദി ഹെഡ്സ് ഓഫ് ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഫോർ ദെയർ റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഫങ്ഷണൽ ബഡ്ജറ്റ് ഈസ് വൺ വിച്ച് റിലേറ്റ്സ് ടു ദി ഫങ്ഷൻസ് ഓഫ് ദി ബിസിനസ്. ആ ഒരു ബിസിനസ്സിൻ്റെ ഫങ്ഷൻ്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നത് അവിടെ വരുന്നത്. ദെൻ ഫങ്ഷണൽ ബഡ്ജറ്റ്സ് ആർ പ്രിപ്പയർഡ് ഫോർ ഈച്ച് ഫങ്ഷൻ. എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ഫങ്ഷനിലും നമ്മളവിടെ എന്ത് ചെയ്യണം, ഫങ്ഷണൽ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ദീസ് ആർ സബ്സിഡിയറി ടു മാസ്റ്റർ ബഡ്ജറ്റ്. മാസ്റ്റർ ബഡ്ജറ്റിൻ്റെ ഒരു സബ്സിഡിയറി ആണ് എന്ത് ഈ പറയുന്ന ഫങ്ഷണൽ ബഡ്ജറ്റ്.
ദെൻ പിന്നെ നമ്മളിവിടെ ഫങ്ഷണൽ ബഡ്ജറ്റിൻ്റെ എക്സാമ്പിൾസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? സെയിൽസ് ബഡ്ജറ്റ്, അതുപോലെ പ്രൊഡക്ഷൻ ബഡ്ജറ്റ്, ദെൻ മെറ്റീരിയൽ ബഡ്ജറ്റ്, പ്രൊഡക്ഷൻ കോസ്റ്റ് ബഡ്ജറ്റ്, പർച്ചേസ് ബഡ്ജറ്റ്, ലേബർ ബഡ്ജറ്റ്, ക്യാഷ് ബഡ്ജറ്റ്, ഇതൊക്കെ എന്താണ്? നമ്മുടെ ഫങ്ഷണൽ ബഡ്ജറ്റിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, പിന്നെ പറയുന്നത് ഈ ഫങ്ഷണൽ ബഡ്ജറ്റിനെ തന്നെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അക്കോർഡിംഗ് ടു ഫംഗ്ഷൻ്റെ ബേസിൽ 2 ക്ലാസിഫിക്കേഷനാണ് ഫങ്ഷണൽ ബഡ്ജറ്റ് അതുപോലെ മാസ്റ്റർ ബഡ്ജറ്റ്. അതിൽ ഫങ്ഷണൽ ബഡ്ജറ്റ് നമ്മൾ വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്? രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഇത് ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റ്, സെക്കൻഡ് വൺ ഫിനാൻഷ്യൽ ബഡ്ജറ്റ്സ്. ഓക്കെ, എന്താണ് ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റ്സ് ആർ ദോസ് ബഡ്ജറ്റ്സ് വിച്ച് റിലേറ്റ്സ് ടു ദി ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് ഓർ ഓപ്പറേഷൻസ് ഓഫ് എ ഫേം. എന്താണ്? റിലേറ്റ് ടു ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് ഓർ ഓപ്പറേഷൻസ് ഓഫ് എ ഫേം. ഓരോ ഫേമിൻ്റെ ആക്ടിവിറ്റീസോ ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ ഓപ്പറേഷൻസിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യാണ്? അതിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ബഡ്ജറ്റാണ് എന്ത്? ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദീസ് ആർ കൺസേൺഡ് വിത്ത് ദ റവന്യൂസ് ആൻഡ് എക്സ്പെൻസസ് അറൈസിങ് ഔട്ട് ഓഫ് ദി ഓപ്പറേഷൻസ് ഓഫ് ദി ഫേം സച്ച് ആസ് സെയിൽസ്, പർച്ചേസ്, പ്രൊഡക്ഷൻ എക്സെട്ര. ഇതെങ്ങനെയാണ് പറയുന്നത്? അവിടെ ആ ഒരു ഓപ്പറേഷൻ്റെ ബേസിൽ ഉണ്ടാകുന്ന അറൈസ് ചെയ്യുന്ന റവന്യൂസും എക്സ്പെൻസസിൻ്റെയും കൺസേൺ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ ഒരു ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റ്സ് അവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് അതിൽ വരുന്ന സെയിൽസ്, പർച്ചേസ്, പ്രൊഡക്ഷൻസ്, ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ട്. ഓക്കെ, ദീസ് ആർ ദ പ്രൈമറി ബഡ്ജറ്റ്. ഇതെന്താണ്? പ്രൈമറി ബഡ്ജറ്റ്സ് ആണ് ഈ പറയുന്ന ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റ്. ദ ഇമ്പോർട്ടൻറ്റ് ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റ്സ് ആർ, പിന്നെ ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റ്സിൻ്റെ എക്സാമ്പിൾസ് ആണ് പറയുന്നത്. ഏതൊക്കെയാണ്? സെയിൽസ് ബഡ്ജറ്റ്, പ്രൊഡക്ഷൻ ബഡ്ജറ്റ്, പർച്ചേസ് ബഡ്ജറ്റ്, ലേബർ, അതുപോലെ പ്രൊഡക്ഷൻ ഓവർഹെഡ് ബഡ്ജറ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ബഡ്ജറ്റ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്, പ്ലാന്റ് യൂട്ടിലൈസേഷൻ ബഡ്ജറ്റ്, മാൻ പവർ ബഡ്ജറ്റ്, ഇതൊക്കെയാണ് എന്ത്? ഇമ്പോർട്ടൻറ്റ് ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റ്സ് ആയിട്ട് പറയുന്നത്. Okay, thus operating budgets describe the income generating operations of a firm. Operating budgets are prepared first. നമ്മളിവിടെ ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റ്സ് ആണ് എന്ത് ചെയ്യുക? ഫസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. ബിഫോർ പ്രിപ്പയറിങ് ഫിനാൻഷ്യൽ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഫസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന ബഡ്ജറ്റാണ് ഇത് ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത് പറയുന്നത് ഫിനാൻഷ്യൽ ബഡ്ജറ്റ്. അതായത് നമ്മൾ പറഞ്ഞു ഫങ്ഷണൽ ബഡ്ജറ്റിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫിനാൻഷ്യൽ ബഡ്ജറ്റ് അതുപോലെ ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റ്സ്. ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തതിന് അടുത്തത് ഫിനാൻഷ്യൽ ബഡ്ജറ്റ്സ്. ഫിനാൻഷ്യൽ ബഡ്ജറ്റ്സ് ആർ ദോസ് വിച്ച് ഇൻകോർപ്പറേറ്റ് ഫിനാൻഷ്യൽ ഡിസിഷൻസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. They show in details the inflow and outflow of cash and the overall financial position. എന്താണ് ഈ ഫിനാൻഷ്യൽ ബഡ്ജറ്റ്സിൽ എന്ത് ഡീറ്റെയിൽസ് ആണ് അവിടെ കാണിക്കുന്നത്? ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷിൻ്റെ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും ആണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ബഡ്ജറ്റിൽ കാണിക്കുന്നത്. അതായത് നമുക്ക് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ള ക്യാഷിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ നമ്മുടെ കയ്യിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുള്ള ക്യാഷിൻ്റെ ഡീറ്റെയിൽസും ആണ് ഈ ഒരു ഫിനാൻഷ്യൽ ബഡ്ജറ്റിൽ കാണിക്കുന്നത്. ഓക്കെ, the important financial budgets are cash budgets, working capital budget, capital expenditure budget, income statement budget, budgeted balance sheet. ഇതൊക്കെയാണ് എന്ത്? ഇമ്പോർട്ടൻറ്റ് ഫിനാൻഷ്യൽ ബഡ്ജറ്റായിട്ട് പറയുന്നത്. ഓക്കെ, അടുത്ത് പറയുന്നത് മാസ്റ്റർ ബഡ്ജറ്റാണ്. ഓക്കെ, അതായത് അക്കോർഡിംഗ് ടു ഫംഗ്ഷൻ്റെ ബേസിൽ ബഡ്ജറ്റിനെ 2 ക്ലാസിഫിക്കേഷനാണ്, ഫങ്ഷണൽ ബഡ്ജറ്റ്സും അതുപോലെ മാസ്റ്റർ ബഡ്ജറ്റ്സും. ഫങ്ഷണൽ ബഡ്ജറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു, അതിൽ 2 ക്ലാസിഫിക്കേഷൻ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ, അതായത് അക്കോർഡിംഗ് ടു ഫംഗ്ഷൻ്റെ ബേസിൽ വരുന്ന രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് ഇത് മാസ്റ്റർ ബഡ്ജറ്റ്സ് എന്ന് പറയുന്നത്. എന്താണ് അതിൽ പറയുന്നത്? ദ മാനേജേഴ്സ് ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് പ്രിപ്പയർ ദ ബഡ്ജറ്റ്സ് ആൻഡ് സബ്മിറ്റ് ദം ടു ദി ബഡ്ജറ്റ് കമ്മിറ്റി. അതായത് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്? ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ മാനേജേഴ്സാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന മാസ്റ്റർ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഡിപ്പാർട്ട്മെൻറ്റിലെ മാനേജേഴ്സാണ് മാസ്റ്റർ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അവിടെ പ്രിപ്പയർ ചെയ്തിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? സബ്മിറ്റ് ടു ദി ബഡ്ജറ്റ് കമ്മിറ്റി. എന്ത് ചെയ്യും? അത് ബഡ്ജറ്റ് കമ്മിറ്റിക്ക് ആ ഒരു ബഡ്ജറ്റ് അവർ പ്രിപ്പയർ ചെയ്യും. അവർ പ്രിപ്പയർ ചെയ്യുന്ന ബഡ്ജറ്റിൻ്റെ പേരെന്താണ്? ഫങ്ഷണൽ ബഡ്ജറ്റാണ് അവർ പ്രിപ്പയർ ചെയ്യുന്നത്. ആ ഫങ്ഷണൽ ബഡ്ജറ്റ് അവർ എന്ത് ചെയ്യുന്നുണ്ട്? ബഡ്ജറ്റിംഗ് കമ്മിറ്റിക്ക് സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. ദ കമ്മിറ്റി വിൽ മേക്ക് നെസസറി അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻകോർപ്പറേറ്റിംഗ് ഓൾ ദ ഫങ്ഷണൽ ബഡ്ജറ്റ്. അവരെന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന കമ്മിറ്റി അതിലെന്തെങ്കിലും നെസസറി അഡ്ജസ്റ്റ്മെൻറ്റ്സോ എന്തെങ്കിലും കാര്യങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ അവരത് ചെയ്യും. അതിനുശേഷം ദെൻ ഇറ്റ് പ്രിപ്പയർസ് ദ മാസ്റ്റർ ബഡ്ജറ്റ്. അതിനുശേഷം അവരെന്ത് ചെയ്യും? മാസ്റ്റർ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യും. ആദ്യം ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെയും മാനേജേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ഫങ്ഷണൽ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് ആർക്ക് സബ്മിറ്റ് ചെയ്യും? ബഡ്ജറ്റിംഗ് കമ്മിറ്റിക്ക് സബ്മിറ്റ് ചെയ്യും. ആ ബഡ്ജറ്റിംഗ് കമ്മിറ്റി എന്ത് ചെയ്യും? അവർക്ക് കിട്ടിയിട്ടുള്ള ഫങ്ഷണൽ ബഡ്ജറ്റ് അനലൈസ് ചെയ്തിട്ട് അതിലെന്തെങ്കിലും നെസസറി അഡ്ജസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളോ വരുത്തണമെന്നുണ്ടെങ്കിൽ അതൊക്കെ വരുത്തിയതിന് ശേഷം അവരെന്ത് ചെയ്യും?
മാസ്റ്റർ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യും. ഓക്കെ, മാസ്റ്റർ ബഡ്ജറ്റ് ഈസ് എ സമ്മറി ഓഫ് ഓൾ ഫങ്ഷണൽ ബഡ്ജറ്റ്. എല്ലാ ഫങ്ഷണൽ ബഡ്ജറ്റ്സിൻ്റെയും ഒരു സമ്മറിയാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന മാസ്റ്റർ ബഡ്ജറ്റ്. ഓക്കെ, അങ്ങനെ ഓരോ ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, അവരുടെ ഫങ്ഷണൽ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സമ്മറി എന്ന് പറയുന്നതാണ് എന്ത്, ഈ പറയുന്ന ഫങ്ഷണൽ ബഡ്ജറ്റ്, സമ്മറി ഓഫ് ഓൾ ഫങ്ഷണൽ ബഡ്ജറ്റ്സ്. ഇറ്റ് സമ്മറൈസസ് സെയിൽസ്, പ്രൊഡക്ഷൻ, പർച്ചേസ്, ലേബർ, ഫിനാൻസ് ആൻഡ് പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് ബഡ്ജറ്റ്സ്. അതായത് അത് സമ്മറൈസ് ചെയ്യുന്നത് സെയിൽസിൻ്റെയും പ്രൊഡക്ഷൻ, പർച്ചേസ്, ലേബർ, ഫിനാൻസ്, ഇതിൻ്റെയൊക്കെ ഒരു സമ്മറൈസാണ് ഇതിൽ കാണിക്കുന്നത്, മാസ്റ്റർ ബഡ്ജറ്റിൽ കാണുന്നത്. ദെൻ ദസ് മാസ്റ്റർ ബഡ്ജറ്റ് ഈസ് ഓവറോൾ ബഡ്ജറ്റ്. മാസ്റ്റർ ബഡ്ജറ്റാണ് എന്ത്, ഓവറോൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മാസ്റ്റർ ബഡ്ജറ്റിനെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൽ പറയുന്നത് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ഫങ്ഷനിൽ പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ 3 ക്ലാസിഫിക്കേഷനാണ് മെയിനായിട്ടും വന്നിട്ടുണ്ടായിരുന്നത്. ഏതൊക്കെയായിരുന്നു 3 ക്ലാസിഫിക്കേഷൻ? according to time factor, then according to flexibility factor, then third one according to function. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ ബഡ്ജറ്റാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഫിനാൻഷ്യൽ ബഡ്ജറ്റിന്, അതായത് ഫിനാൻഷ്യൽ ബഡ്ജറ്റ്സ് ഇൻക്ലൂഡ് ക്യാഷ് ബഡ്ജറ്റ്, ക്യാപിറ്റൽ ബഡ്ജറ്റ് എക്സെട്ര. അതായത് ഫിനാൻഷ്യൽ ബഡ്ജറ്റിൽ ക്യാഷ് ബഡ്ജറ്റും അതുപോലെ ക്യാപിറ്റൽ ബഡ്ജറ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ക്യാഷ് ബഡ്ജറ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ക്യാഷ് ബഡ്ജറ്റ്? ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓഫ് ഓൾ ദ ഫങ്ഷണൽ ബഡ്ജറ്റ്സ്. എല്ലാ ഫങ്ഷണൽ ബഡ്ജറ്റ്സിലെയും ഉള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് എന്ത്, ക്യാഷ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഓൺലി ആഫ്റ്റർ ഓൾ അതർ ഫങ്ഷണൽ ബഡ്ജറ്റ്സ് ആർ പ്രിപ്പയർ. എല്ലാ ബഡ്ജറ്റ്സും പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഈ പറയുന്ന ക്യാഷ് ബഡ്ജറ്റ്സ് പ്രിപ്പയർ ചെയ്യുള്ളൂ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഫിനാൻഷ്യൽ ബഡ്ജറ്റ്സ് ഓർ ദ വേസ് ആൻഡ് മീൻസ് ബഡ്ജറ്റ്. ഫിനാൻഷ്യൽ ബഡ്ജറ്റ്സ് അല്ലെങ്കിൽ വേസ് ആൻഡ് മീൻസ് ബഡ്ജറ്റ് എന്നും കൂടെ നമ്മൾ ക്യാഷ് ബഡ്ജറ്റിനെ പറയുന്നുണ്ട്. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് എസ്റ്റിമേറ്റഡ് ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ക്യാഷ് ഔട്ട് ഫ്ലോ ഫോർ എ ഫ്യൂച്ചർ പീരീഡ് ഓഫ് ടൈം. അതായത് ഫ്യൂച്ചർ പീരീഡ് ഓഫ് ടൈമിലേക്ക് വരുന്ന ക്യാഷ് ഇൻഫ്ലോയിൻ്റെയും ക്യാഷ് ഔട്ട് ഫ്ലോയും കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അതാണ് ക്യാഷ് ബഡ്ജറ്റിൽ പറയുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് അടുത്തൊരു വർഷത്തേക്ക്, ഇപ്പോൾ 2020-2021 വരുന്നത്, ഇനി അടുത്ത വർഷം വരുമ്പോൾ 2021-2022. അപ്പോൾ ആ ഒരു വർഷത്തേക്ക് വരുന്ന നമുക്കുണ്ടാവുന്ന ക്യാഷ് ഇൻഫ്ലോ, നമുക്ക് ഇങ്ങോട്ടേക്ക് വരുന്ന ക്യാഷും അതുപോലെ നമ്മുടെ കയ്യിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ക്യാഷും ക്യാഷ് ഔട്ട് ഫ്ലോയും കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അതാണ് ക്യാഷ് ബഡ്ജറ്റിൽ പറയുന്നത്. Okay, thus it shows the periodical cash position. It is prepared to ensure that there will be just sufficient cash in hand to cope adequately with the budgeted activities. അതായത് നമുക്ക് ഒരു അടുത്ത ഫ്യൂച്ചറിലേക്ക് വരുന്ന ഇൻഫ്ലോയുടെയും ഔട്ട്ഫ്ലോയുടെയും ക്യാഷ് ഇൻഫ്ലോയുടെയും ഔട്ട്ഫ്ലോയുടെയും കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ക്യാഷ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വരുന്നത് ഏതിലാണ്, ഫിനാൻഷ്യൽ ബഡ്ജറ്റിൻ്റെ കീഴിലാണ് നമുക്ക് ഈ പറയുന്ന ക്യാഷ് ബഡ്ജറ്റ് വന്നിട്ടുള്ളത്. ഇനി ക്യാഷ് ബഡ്ജറ്റിൻ്റെ അഡ്വാൻറ്റേജസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ് സഫിഷ്യൻറ്റ് ക്യാഷ് ഈസ് അവൈലബിൾ വെൻ റിക്വയർഡ്. എന്താണ്, നമുക്ക് ആവശ്യമുള്ള സമയത്ത് സഫിഷ്യൻറ്റ് ക്യാഷ് അവൈലബിൾ ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻഷുർ ചെയ്യാം, ഉറപ്പിക്കാൻ പറ്റും ഏതിൽ, ക്യാഷ് ബഡ്ജറ്റിൽ. ദെൻ സെക്കൻഡ് വൺ, ഇറ്റ് ഹെൽപ്സ് ടു അസർട്ടൈൻ expected shortage of cash so that steps can be taken in time for making up the deficiency by arranging bank loan or overdraft. എന്താണ്, നമുക്ക് എന്തെങ്കിലും ഷോർട്ടേജ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുൻകൂട്ടി പ്രതീക്ഷിക്കാം, ഇന്ന ഈ പറയുന്ന ഷോർട്ടേജ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് അവിടെ നടത്താം. ഓക്കെ, അതായത് നമുക്ക് അതിനനുസരിച്ചിട്ട് ഡെഫിഷ്യൻസി വരുമ്പോൾ നമുക്ക് എന്താ അത് അറേഞ്ച് ചെയ്യാം. ഇങ്ങനെ ബാങ്ക് ലോൺ വഴിയോ അല്ലെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് വഴിയോ നമുക്ക് എന്ത് ചെയ്യാം, അത് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഒരു ഷോർട്ടേജ് നമുക്കത് ആ ഒരു ഷോർട്ടേജ് നമുക്ക് അവിടെ അസർട്ടൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നുണ്ട്. Then third one, it helps to ascertain excess of cash. It helps to assess excess of cash. നമുക്ക് excess of cash അവിടെ ascertain ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ത്, ഈ പറയുന്ന ക്യാഷ് ബഡ്ജറ്റ്. ദാറ്റ് ദ സർപ്ലസ് ക്യാഷ് ക്യാൻ ബി ഇൻവെസ്റ്റഡ് ഫോർ ഷോർട്ട് പീരീഡ്. അതുപോലെ നമുക്ക് വരുന്ന സർപ്ലസ് ക്യാഷ് നമുക്ക് എന്ത് ചെയ്യാം, ഷോർട്ട് പീരീഡിലേക്ക് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാനും കൂടെ പറ്റുന്നുണ്ട്. ഇതും ഒരു അഡ്വാൻറ്റേജ് ആണ്. ദെൻ ഫോർത്ത് വൺ, ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ഫിനാൻഷ്യൽ പ്ലാനിങ്. ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന് നമുക്ക് ക്യാഷ് ബഡ്ജറ്റ് യൂസ്ഫുൾ ആണ്. Fifth one, it enables the management to formulate a suitable dividend policy. അതായത് മാനേജ്മെൻറ്റിന് സ്യൂട്ടബിൾ ഡിവിഡൻഡ് പോളിസി ഫോർമുലേറ്റ് ചെയ്യാനും ഈ ഒരു ക്യാഷ് ബഡ്ജറ്റ് എനേബിൾ ആണ്. ഓക്കെ, ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ക്യാഷ് ബഡ്ജറ്റ്സ്. ദെൻ അടുത്ത് പറയുന്നത് മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ക്യാഷ് ബഡ്ജറ്റ്. ക്യാഷ് ബഡ്ജറ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി അതിൻ്റെ പ്രിപ്പറേഷനുള്ള മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ക്യാഷ് ബഡ്ജറ്റ്സ് ആണ് പറയാൻ പോകുന്നത്.
മൂന്ന് മെത്തേഡ്സാണ് പറയുന്നത്. ഫസ്റ്റ് വൺ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് മെത്തേഡ്, സെക്കൻഡ് വൺ ദ അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് മെത്തേഡ്, തേർഡ് വൺ ദ ബാലൻസ് ഷീറ്റ് മെത്തേഡ്. അങ്ങനെ 3 മെത്തേഡ്സാണ് പറയുന്നത്. ഇതിൽ നമുക്കിവിടെ മെയിനായിട്ട് പറയാനുള്ളത് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് മെത്തേഡിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, അവിടെ അണ്ടർ ദിസ് മെത്തേഡ് ഓൾ ആക്ച്വൽ പോസിബിൾ ക്യാഷ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് ഫോർ ദ ബഡ്ജറ്റ് പീരീഡ് ആർ കൺസിഡേർഡ്. അതായത് അവിടെ എന്താ പറയുന്നത്, നമുക്ക് ക്യാഷ് റെസീപ്റ്റിനും പേയ്മെൻറ്റ്സിനുമുള്ള പോസിബിലിറ്റീസാണ് അവിടെ എന്ത് ചെയ്യുന്നത് കാണിക്കുന്നത്. നമുക്ക് ഇങ്ങോട്ടേക്ക് റിസീവ് ചെയ്യാനുള്ള പോസിബിലിറ്റിയും അതുപോലെ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകാനുള്ള പേയ്മെൻറ്റ്സ് നടത്താനുള്ള പോസിബിലിറ്റി ആണ് എന്ത് ചെയ്യുന്നത് ഇവിടെ കാണിക്കുന്നത്. ഇതിൽ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് മെത്തേഡിൽ കാണിക്കുന്നത്. ഓക്കെ, ദീസ് മെത്തേഡ്സ് ആർ മോസ്റ്റ് വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇത് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് മെത്തേഡ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് മെത്തേഡ്സ് അല്ല ക്ലാസിഫിക്കേഷൻ ഓഫ് ബഡ്ജറ്റിൽ പറയാനുള്ളത്. 3 ക്ലാസിഫിക്കേഷനാണ്: അക്കോർഡിംഗ് ടു ടൈം ഫാക്ടർ, അക്കോർഡിംഗ് ടു ഫ്ലെക്സിബിലിറ്റി ഫാക്ടർ, അക്കോർഡിംഗ് ടു ഫംഗ്ഷൻ. ഓക്കെ, അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോന്നിൻ്റെ ബേസിലും ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇത് എസ്സേക്കൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു തിയറി പോർഷനാണ്. സോ പഠിക്കുക. ഇവിടെ BBAൻ്റെ ടെക്സ്റ്റിലും BCOMൻ്റെ ടെക്സ്റ്റിലും കുറച്ച് വേരിയേഷൻസ് വരുന്നുണ്ട്. സോ ഞാനത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ഇതിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, പഠിക്കുക ഒക്കെ ചെയ്യാം. ഓക്കെ, താങ്ക് യു.